കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നില്ലേ? നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മുട്ട വെച്ചാണ് ഞാനത് തയ്യാറാക്കിയത്. നമുക്കിത് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഐറ്റമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് കുക്കറിലിട്ട് 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ചൂടോടെ തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് ചൂടോടെ ഉടച്ചാലാണ് നല്ലോണം ഈ കട്ടിയൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം കൈ വെച്ച് ഞാൻ നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 2 or 3 നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. അത് ഞാൻ കൈവച്ച് ഉടച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 പച്ചമുളക് ചെറുതായി കൊത്തിയരിഞ്ഞതും ചെറിയ 2 സവാള കൊത്തിയരിഞ്ഞിട്ടതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചത് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ 3 മുട്ടയാണ് വേവിച്ചെടുത്തത്. അത് ഓരോ മുട്ടയും 4 പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടെടുത്തത്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് റെഡിയാക്കി വെച്ച ആ മാവില്ലേ, അതിൽ നിന്ന് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഉരുളയാക്കി എടുത്ത ശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കൈൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ തടവി കൊടുക്കണേ. അതിന് ശേഷം വേണം പരത്തി കൊടുക്കാൻ. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മുട്ട ഇതേ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അടിയിലും മുകൾ ഭാഗം കൂടി ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതേ രീതിയിൽ, നിങ്ങൾക്ക് വീഡിയോ കാണുന്നില്ലേ, ആ രീതിയിൽ ഒന്ന് ഉരുളയാക്കി എടുക്കണം. ഏതാണ്ട് നമ്മളെ ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് മാവെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മുട്ട ഇതേ രീതിയിലാണ് കേട്ടോ മഞ്ഞക്കരുവോട് കൂടി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഇതൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുളയാക്കി ഇതേ രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാനിവിടെ ആദ്യം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്ന് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നല്ലോണം ഒന്ന് ഉരുളയാക്കി എടുത്തേക്കണം. നമ്മളിത് മുട്ടയിലൊന്നും മുക്കാത്തതുകൊണ്ട് ഇതിൽ പിടിച്ച് കിട്ടൂല എന്നൊന്നും വിചാരിക്കല്ലേ. നല്ലോണം നമുക്കിത് പിടിച്ച് കിട്ടും. നമ്മൾ ഈ മുട്ടയിലിട്ട് കൈവച്ചൊന്നിങ്ങനെ ഉരുളയാക്കി കൊടുക്കുമ്പോൾ അതിലങ്ങ് പ്രസ്സായി കിട്ടിക്കോളും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതെല്ലാം ഇതേ രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിന് മൈദമാവോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് സെറ്റാക്കി വെച്ച സ്നാക്സിൻ്റെത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കുക. ഇതിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് വേവാൻ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് കുറച്ച് സമയമെടുത്ത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കുമ്പം പുറമെയൊക്കെ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറാവുകയും ചെയ്യും, ഉള്ളിൽ വേവാത്ത പോലെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാൻ നേരം ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണയൊന്നും ഇതിൽ ഒട്ടും കുടിക്കുകയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണ്. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് റംദാനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതേ രീതിയിൽ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, നല്ല പൊള്ളിയല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായം അറിയിക്കണം.